സാമ്പത്തിക ലോകത്ത് അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു സൂചകമുണ്ട്, പക്ഷേ വിപണിയുടെ ഭാവിയെക്കുറിച്ച് വളരെ ശക്തമായ സൂചനകൾ നൽകാൻ കഴിവുള്ള ഒന്നാണിത്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്വർണവും വെള്ളിയും തമ്മിലുള്ള ഈ അനുപാതത്തെക്കുറിച്ചാണ്. വരാനിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ച് ഇത് നമ്മളോട് എന്താണ് പറയുന്നതെന്ന് നോക്കാം. 2020-ൽ വിലയേറിയ ലോഹങ്ങളുടെ വിപണിയിൽ ചരിത്രത്തിലെ എല്ലാ റെക്കോർഡുകളും തകർത്ത ഒരു സംഖ്യയാണിത്, 125. ഇതെന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകുമല്ലേ? അതെ, ഇതാണ് നമ്മളിന്ന് ഉത്തരം കണ്ടെത്താൻ പോകുന്ന ആ വലിയ ചോദ്യം. എന്തുകൊണ്ടാണ് സ്വർണവുമായി താരതമ്യം ചെയ്യുമ്പോൾ വെള്ളിക്ക് പെട്ടെന്നിത്രയും വലിയൊരു ഇടിവ് സംഭവിച്ചത്? നമുക്ക് ഇതിന്റെ ഉള്ളറകളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഈ രഹസ്യം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഈ അനുപാതം എന്താണെന്ന് കൃത്യമായിട്ട് അറിയണം. എന്താണ് ഈ സ്വർണം വെള്ളി അനുപാതം? സംഭവം വളരെ സിമ്പിളാണ്. 1 ഔൺസ് സ്വർണം വാങ്ങാൻ എത്ര ഔൺസ് വെള്ളി വേണം എന്ന് കാണിക്കുന്ന ഒരു സംഖ്യ. സ്വർണത്തിന്റെ വിലയെ വെള്ളിയുടെ വില കൊണ്ട് ഹരിച്ചാൽ ഈ സംഖ്യ കിട്ടും. ഉദാഹരണത്തിന് അനുപാതം 80 ആണെങ്കിൽ 1 ഔൺസ് സ്വർണം വാങ്ങാൻ 80 ഔൺസ് വെള്ളി കൊടുക്കണം എന്നർത്ഥം. ശരി, അപ്പോൾ ഈയൊരു സംഖ്യയ്ക്ക് എന്താണിത്ര പ്രാധാന്യം? ചരിത്രപരമായി നോക്കിയാൽ നിക്ഷേപകർ ഇതിനെ ഒരു മുന്നറിയിപ്പ് മണിയായിട്ടാണ് കാണുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അതെ, ഇതൊരു വെറും കണക്കല്ല. സാമ്പത്തിക രംഗത്തൊരു കൊടുങ്ങാറ്റ് വരുന്നുണ്ടോ എന്നറിയാനുള്ള ഒരു ബാരോമീറ്റർ പോലെയാണിത്. ഈ അനുപാതം എപ്പോഴൊക്കെ ഉയരുന്നോ അപ്പോഴൊക്കെ നിക്ഷേപകർ അപകടം മണത്തു തുടങ്ങും. ചരിത്രം നോക്കിയാൽ നമുക്കിത് വ്യക്തമായി കാണാം. 1980-കളിലെ പ്രതിസന്ധി സമയത്ത് ഈ അനുപാതം ഉയർന്നു. 1991-ലെ ഗൾഫ് യുദ്ധത്തിന്റെ സമയത്തും ഇതുതന്നെ സംഭവിച്ചു. പിന്നെ നമ്മളെല്ലാവരും ഓർക്കുന്ന 2008-ലെ ആഗോള സാമ്പത്തിക പ്രതിസന്ധി, അപ്പോഴും ഇത് കുതിച്ചുയർന്നു. ഒടുവിൽ 2020-ൽ കോവിഡ് വന്നപ്പോഴും ചരിത്രം ആവർത്തിച്ചു. അപ്പോ ഇത് യാദൃച്ഛികമല്ല, ഇതിനൊരു പാറ്റേൺ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാത്രം ഈ അനുപാതം ഇങ്ങനെ കുതിച്ചുയരുന്നത്? അതിന്റെ ഉത്തരം സ്വർണത്തിലും വെള്ളിയിലും തന്നെയുണ്ട്, അവയുടെ അടിസ്ഥാന സ്വഭാവത്തിലുള്ള ഒരു വ്യത്യാസത്തിൽ. അതെ, ഈയൊരു ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണ് നമ്മുടെ മുഴുവൻ വിശകലനത്തിന്റെയും കാതലിരിക്കുന്നത്. ഈ 2 ലോഹങ്ങളും എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നതിലെ വ്യത്യാസമാണ് ഈ അനുപാതത്തെ നിർണയിക്കുന്നത്. ഈ ചാർട്ട് കണ്ടാൽ തന്നെ കാര്യം മനസ്സിലാകും. വെള്ളിയുടെ പകുതിയിൽ കൂടുതൽ, അതായത് 58% ആവശ്യവും വരുന്നത് വ്യവസായങ്ങളിൽ നിന്നാണ്. നിങ്ങളുടെ ഫോണിൽ, സോളാർ പാനലുകളിൽ, ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ, അങ്ങനെ എല്ലായിടത്തും വെള്ളി വേണം. ചുരുക്കി പറഞ്ഞാൽ, സമ്പദ് വ്യവസ്ഥയുടെ ചക്രങ്ങൾ ഉരുളണമെങ്കിൽ വെള്ളി കൂടിയേ തീരൂ. ഇനി സ്വർണത്തിന്റെ കാര്യം നോക്കിയാലോ? ഇവിടെ കഥ നേരെ തിരിച്ചാണ്. വ്യാവസായിക ആവശ്യം വെറും 7% മാത്രം. എന്നാൽ നിക്ഷേപം, സമ്പത്ത് സംരക്ഷിക്കാനുള്ള ഒരു മാർഗം എന്ന നിലയിലാണ് സ്വർണത്തിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. കേന്ദ്ര ബാങ്കുകൾ പോലും ഒരു സുരക്ഷിത ആസ്തിയായി സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നു. ഈ ഉദ്ധരണി പറയുന്നതും അതുതന്നെയാണ്. അതായത്, സാമ്പത്തിക രംഗം ഉഷാറാകുമ്പോൾ, ഫാക്ടറികൾ സജീവമാകുമ്പോൾ വെള്ളിയുടെ ആവശ്യം കൂടും, വിലയും കൂടും. എന്നാൽ സാമ്പത്തിക രംഗം തളർന്നാലോ? വെള്ളിയുടെ ആവശ്യം കുറയും, വിലയും ഇടിയും. സ്വർണത്തിന് ഈയൊരു പ്രശ്നമില്ല. ശരി, ഈ പറയുന്നതൊക്കെ ശരിയാണോ? വെള്ളി ഒരു വ്യാവസായിക ലോഹവും സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപവുമാണെങ്കിൽ നിക്ഷേപകരുടെ പണം എങ്ങോട്ടാണ് ഒഴുകുന്നതെന്ന് നോക്കിയാൽ മതിയല്ലോ. നമുക്ക് കണക്കുകളൊന്ന് പരിശോധിക്കാം. നിക്ഷേപകരുടെ പെരുമാറ്റം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ആളുകൾ ETF പോലുള്ള ഫണ്ടുകളിലൂടെ സ്വർണത്തിൽ കൂടുതൽ പണം നിക്ഷേപിക്കുമ്പോൾ സ്വർണത്തിന്റെ വില കൂടുന്നു. എന്നാൽ വെള്ളിയുടെ കാര്യത്തിൽ ഈ ബന്ധം വളരെ ദുർബലമാണ്, ചിലപ്പോൾ ഇല്ലെന്ന് തന്നെ പറയാം. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കൂ. സ്വർണത്തിലേക്ക് നിക്ഷേപം ഒഴുകിയെത്തുമ്പോൾ അതിന്റെ വില മുകളിലേക്ക് പോകുന്നതായി കാണാം. നല്ലൊരു പോസിറ്റീവ് ബന്ധം. എന്നാൽ വെള്ളിയുടെ കാര്യം നേരെ തിരിച്ചാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിക്ഷേപകർ അതിൽ നിന്ന് പണം പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ രസകരമായൊരു കാര്യമാണല്ലേ? വെള്ളിയുടെ ഈ വ്യാവസായിക സ്വഭാവം ഒന്നുകൂടി ഉറപ്പിക്കുന്ന മറ്റൊരു വസ്തുതയുണ്ട്. സാമ്പത്തിക പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചകങ്ങളിലൊന്നാണ് ചെമ്പിന്റെ വില. ഈ ചെമ്പിന്റെ വിലയുമായി വെള്ളിയുടെ വിലയ്ക്ക് ഇപ്പോൾ വളരെ അടുത്ത ബന്ധമാണുള്ളത്. അപ്പോ നമ്മൾ ഇതുവരെ കണ്ട എല്ലാ ഭാഗങ്ങളും ഒരുമിച്ച് ചേർത്ത് 2020-ലെ ആ വലിയ രഹസ്യം പരിഹരിക്കാൻ പോവുകയാണ്. നമുക്ക് നമ്മുടെ പ്രധാന ചോദ്യത്തിലേക്ക് തിരികെ വരാം. എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എന്താണ് 2020-ൽ സംഭവിച്ചത്? 2020-ൽ സംഭവിച്ചത് ഇതാണ്.
ഒന്നാമതായി, കോവിഡ് മഹാമാരി ലോകത്തെ മുഴുവൻ നിശ്ചലമാക്കി. ഫാക്ടറികൾ അടച്ചു, വ്യവസായങ്ങൾ നിന്നു. അതോടെ വ്യാവസായിക ലോഹമായ വെള്ളിയുടെ ആവശ്യം കുത്തനെ ഇടിഞ്ഞു, വിലയും കൂപ്പുകുത്തി. രണ്ടാമതായി, ഭയന്നുപോയ നിക്ഷേപകർ തങ്ങളുടെ പണം സുരക്ഷിതമാക്കാൻ എങ്ങോട്ടു പോകും? തീർച്ചയായും അവർ സ്വർണത്തിലേക്കോടി. സ്വർണത്തിന് ഡിമാൻഡ് കൂടി, വിലയും കുതിച്ചുയർന്നു. അപ്പോൾ ഒരു വശത്ത് വില കുറഞ്ഞ വെള്ളിയും മറുവശത്ത് വില കൂടിയ സ്വർണവും. അങ്ങനെയാണ് അനുപാതം 125 എന്ന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയത്. ഇതിന്റെ തെളിവ് വേണോ? ഈ കണക്കുകൾ നോക്കൂ. കോവിഡ് വ്യാപനത്തിന്റെ തുടക്കത്തിൽ നിക്ഷേപകർ സ്വർണത്തിൽ 4% കൂടുതൽ നിക്ഷേപിച്ചപ്പോൾ വെള്ളിയിൽ നിന്ന് 22% പണം പിൻവലിച്ചു. നിക്ഷേപകർ വെള്ളിയിൽ നിന്ന് ഓടിമാറി സ്വർണത്തിൽ അഭയം തേടിയതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണിത്. അപ്പോ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന പാഠം ഇതാണ്: ഈ അനുപാതം വെറുമൊരു സംഖ്യയല്ല, അത് സമ്പദ്വ്യവസ്ഥയുടെ ആരോഗ്യവും നിക്ഷേപകരുടെ ഭയവും തമ്മിലുള്ള ഒരു വടംവലിയാണ്. ഈ വടംവലി നമുക്ക് തത്സമയം കാണിച്ചു തരുന്ന ഒരു സൂചകമാണിത്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ സ്വർണം വെള്ളി അനുപാതത്തില് വലിയ ഒരു മാറ്റം കാണുമ്പോൾ ഒന്നോർക്കുക, അത് നമ്മുടെ ലോക സമ്പദ് വ്യവസ്ഥയുടെ ആരോഗ്യത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട എന്തോ ഒന്ന് നമ്മളോട് പറയാൻ ശ്രമിക്കുകയാണ്. ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ.